കുറ്റമറ്റ രാജ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ഭാരത സർക്കാരിന്റെ മറ്റൊരു നടപടിയെക്കുറിച്ചാണ് പറയുന്നത്. കണ്ണടച്ചു തുറക്കും വേഗത്തിൽ അന്താരാഷ്ട്ര അന്വേഷണങ്ങൾ ഇനി മുതൽ നീങ്ങും. ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത് വിദേശത്ത് കടന്ന് സുഖമായി വാഴാം എന്ന് ആരെങ്കിലും കരുതിയാൽ ഭാരത് പോൾ പൊക്കിയിരിക്കും. ഇന്റർപോളിന്റെ മാതൃകയിൽ ഭാരതത്തിന് പുതിയ അന്വേഷണ ഏജൻസി. ഈ വർഷം ജനുവരിയിലാണ് ഇന്ത്യയുടെ സ്വന്തം ഭാരത് പോൾ പോർട്ടലിന് തുടക്കം കുറിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ ഭാരത് പോൾ പോർട്ടൽ എന്താണ് എന്നത് ഇപ്പോഴും പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. രാജ്യത്തിന്റെ അന്താരാഷ്ട്ര അന്വേഷണങ്ങളിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങൾ നടത്തി വിദേശത്ത് പോയി രക്ഷപ്പെട്ട് കഴിയാം എന്ന് വിചാരിക്കുന്നവർക്ക് ഇനി എട്ടിന്റെ പണി കിട്ടും. കേന്ദ്ര നിയമനിർവഹണ ഏജൻസികൾക്കും സംസ്ഥാന പോലീസിനും ഇടയിലുള്ള ഏകോപനം വർദ്ധിപ്പിക്കാനും ഭാരത് പോൾ സഹായകമാകും. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBIക്ക് കീഴിലാണ് ഭാരത് പോൾ വരുന്നത്. എന്നാൽ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പോലീസിനെയും NIA, ED എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ അന്വേഷണ ഏജൻസികളെയും ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. നിലവിൽ ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത ശേഷം വിദേശത്തേക്ക് കടന്ന കുറ്റവാളികളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് സംസ്ഥാന പോലീസ് ആദ്യം CBIയോട് അഭ്യർത്ഥിക്കും. അതിനുശേഷം CBI ഇന്റർപോളുമായി സംസാരിക്കുന്നു. അതിനുശേഷം മാത്രമേ ഇന്റർപോൾ നോട്ടീസ് പുറപ്പെടുവിക്കുള്ളൂ. ഈ പ്രക്രിയ വളരെയധികം സമയനഷ്ടം ഉണ്ടാക്കുന്നതാണ്. ആ സമയനഷ്ടം ഒഴിവാക്കാനും ഇന്റർപോളുമായി നേരിട്ട് ബന്ധപ്പെടാനും കഴിയുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഭാരത് പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഭാരത് പോൾ വഴി സംസ്ഥാന പോലീസിനും അനുബന്ധ അന്വേഷണ ഏജൻസികൾക്കും പോർട്ടലിലൂടെ നേരിട്ട് ഇന്റർപോളിനോട് അഭ്യർത്ഥനകൾ നടത്താൻ സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കൂടാതെ ഇന്റർപോൾ തങ്ങളുടെ അപേക്ഷകളിൽ സ്വീകരിക്കുന്ന നടപടികളെ കുറിച്ച് നേരിട്ട് തന്നെ ട്രാക്ക് ചെയ്യാനും ഇന്ത്യൻ അന്വേഷണ ഏജൻസികളെ ഭാരത് പോൾ പോർട്ടൽ സഹായിക്കും. കൂടാതെ ഏതെങ്കിലും കുറ്റവാളിയെക്കുറിച്ച് പോലീസിന് എന്തെങ്കിലും വിവരം ആവശ്യമുണ്ട് എങ്കിൽ ഭാരത് പോൾ വഴി പോലീസിന് ഇന്റർപോളുമായി നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. ഇന്റർപോൾ ഈ ആവശ്യം അംഗീകരിച്ചാൽ രാജ്യം വിട്ട കുറ്റവാളിക്കെതിരെ നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് വളരെ എളുപ്പത്തിൽ നടക്കും. അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യയിൽ നിന്നും മുങ്ങി വിദേശത്ത് പോയി പോലീസിനെ കബളിപ്പിക്കാം എന്നുള്ള വ്യാമോഹം ആർക്കും വേണ്ട എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് പോൾ പോർട്ടൽ ഇന്റർപോൾ എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ ലോകത്തെ 195 രാജ്യങ്ങളിലെ അന്വേഷണ ഏജൻസികളുടെ ഒരു പോലീസ് സംഘടനയാണ് ഇന്റർപോൾ എന്നത് പലർക്കും അറിയാം. കുറ്റവാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്നതിലൂടെയും അവരെ പിടികൂടുന്നതിനുമായി അന്താരാഷ്ട്ര നോട്ടീസുകൾ പുറപ്പെടുവിച്ചും ലോകമെമ്പാടുമുള്ള കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിനായി ഇത് പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ അന്വേഷണ ഏജൻസിയായ CBI ഇന്റർപോളിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനായി ഇന്റർപോളിൽ CBI ഉദ്യോഗസ്ഥരുമുണ്ട്. ഇന്റർപോളിന്റെ മാതൃകയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭാരത് പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ നിയമനിർവഹണ ഏജൻസികൾക്ക് ഇന്റർപോൾ വഴി അന്താരാഷ്ട്ര സഹായം തേടുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഭാരത് പോൾ പോർട്ടൽ. ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങൾ നടത്തിയ ശേഷം ഒളിച്ചോടിയവർക്കെതിരെ റെഡ് നോട്ടീസും മറ്റ് കളർ കോഡ് നോട്ടീസും പുറപ്പെടുവിക്കുന്നതിനുള്ള അഭ്യർത്ഥനകൾ ഈ പോർട്ടൽ വഴി വളരെ എളുപ്പത്തിൽ നടക്കും. എല്ലാ ഇന്ത്യൻ ഏജൻസികൾക്കും എല്ലാ സംസ്ഥാനങ്ങളിലെ പോലീസിനും ഇന്റർപോളുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ ഭാരത് പോൾ പോർട്ടൽ വഴി സാധിക്കുന്നതാണ്. കുറ്റവാളികളുടെ അസാന്നിധ്യത്തിൽ തന്നെ അവരെ വിചാരണ ചെയ്യാനുള്ള വകുപ്പ് പുതിയ ക്രിമിനൽ നിയമങ്ങളിൽ ഉൾപ്പെടുത്തിയത് പ്രോസിക്യൂഷനും കോടതിക്കും സഹായകരമാണ്. കുറ്റവാളികളെ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ഇതോടെ എളുപ്പമായി. വിദേശത്തുള്ള കുറ്റവാളികളെ തിരിച്ചെത്തിക്കാൻ സംസ്ഥാന പോലീസിനും ഇത് സഹായകരമാകുമെന്ന് അമിത്ഷാ പറഞ്ഞു. കഴിഞ്ഞ 3 വർഷത്തിനിടെ 100ഓളം കുറ്റവാളികളെയാണ് CBI വിദേശത്ത് നിന്ന് ഇന്ത്യയിൽ എത്തിച്ചത്. ക്രിമിനൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഇന്റർപോളുമായി ചേർന്ന് അന്താരാഷ്ട്ര സഹകരണം ഉറപ്പാക്കുന്നതിന്റെ ഉത്തരവാദിത്തം നിലവിൽ CBIക്കാണ്. സൈബർ ക്രൈം, ഓൺലൈൻ തട്ടിപ്പുകൾ, മയക്കുമരുന്ന് കേസുകൾ, മനുഷ്യക്കടത്ത്, സംഘടിത കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സഹായത്തോടെയുള്ള കേസ് അന്വേഷണ നടപടികൾ കുറെ കൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നിലവിൽ CBI, ഇന്റർപോൾ ലൈസൺ ഓഫീസർമാർ, യൂണിറ്റ് ഓഫീസർമാർ എന്നീ തലങ്ങളിൽ കത്തിടപാടുകളിലൂടെയും ഇമെയിൽ, ഫാക്സ് സംവിധാനങ്ങളിലൂടെയും മറ്റുമുള്ള ആശയവിനിമയം നടത്തിയാണ് കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇത് സൃഷ്ടിക്കുന്ന കാലതാമസം ഒഴിവാക്കുക കൂടിയാണ് പുതിയ പോർട്ടലിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് കർമ്മ.